യോ ചാറ്റ് മുത്തേ, നമ്മൾ ട്രോക്സിൻ്റെ ബെസ്റ്റ് ഗെയിമിങ്ങിൻ്റെ കാർ റിവ്യൂലിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് മുത്തേ. എടാ എൻ്റെ ഫ്ലൈയിങ് സ്കൂളിൽ എടുത്താണ് ഞാൻ വന്നത്. പക്ഷേ ഗൈസ് കണ്ടല്ല, ഫുൾ അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഒന്ന് കഴുകി സെറ്റാക്കിയിട്ട് അങ്ങോട്ട് പോകും. അവന്മാർ കാർ സെയിലിൻ്റെ അവിടെ ഉണ്ടായിരിക്കണം. ആദ്യം ഒന്ന് കഴിവിട്ട്, മനസ്സിലായില്ലേ? ലൊട്ട അഴുക്കായിട്ട് അങ്ങോട്ട് ചെല്ലണം. എന്തിനാണ്? അത് തന്നെ. നിങ്ങൾ അങ്ങോട്ട് വിട്ടോ, ഞാൻ എന്തായാലും അങ്ങോട്ട് വന്നോളാം ഗൈസ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി അങ്ങോട്ട് കയറുന്നുണ്ട്. ഹായ് ബ്രോ, ഹായടാ മുത്തേ, ഹായ് ഹായ് ഹായ്. ഒരു ഹായ് ഇട്ടോട്ട്. ഓക്കെ മുത്തേ, അങ്ങോട്ട് വാച്ച് പിടിക്കാം മുത്തേ. ഞങ്ങളുടെ ബോട്ട് കേട്ടോ. അത് തന്നെ. അവിടെ നിന്ന് ലൊട്ട ലാസേ ലാഗൊന്നും തരല്ലേ മുത്തേ. ഓൾറെഡി ഇവിടെ ലൊട്ട അടിച്ചിരിക്കണം. എന്നോട് നീ ലൊട്ടയാക്കല്ലേ. എടാ സബ് കൗണ്ട് കൂട്ടണുണ്ടോ ചാറ്റേ? എടാ ഇന്ന് ഈ ലൈവ് എനിക്ക് തോന്നില്ല കൈസ് ഇന്ന് 1K ആക്കാൻ പറ്റുമെന്ന്. എടാ എന്ത് ലൊട്ടെന്ന് പറഞ്ഞ കൈസ് ഒറ്റടുത്ത് 20 പേരൊക്കെ ലൈവ് ആണ് ഗൈസ്. അവന്മാർ വിചാരിച്ച് ഇതാക്കാന്നേ ഉള്ളൂ ഗൈസ്. സബ് ആക്കണില്ല ഗൈസ്. വൈ ഗൈസ് നമുക്ക് 1K ആവാൻ കുറച്ചുകൂടെ സബ് മതി. പക്ഷേ നിങ്ങളാരും സബ് ചെയ്യണില്ല. ലൊട്ടത്തരം കാണിക്കില്ല ചേട്ടൻ. സബ് ചെയ്ത് 1K ആക്കും ചേട്ടൻ. ബ്രോ മാഡൗട്ട് 2 അവിടെ മുത്തേ മാഡൗട്ടൊക്കെ നിർത്തിയിട്ട് കാലങ്ങളായി മുത്തേ. നമ്മളിപ്പോൾ CPM മുത്തേ, കാർ പാർക്കിംഗ് മൾട്ടിപ്ലർ മുത്തേ. ബ്രോഡിച്ച് 1K സബ് പവറാക്കുന്ന നോക്കടാ മുത്തേ, നോക്കാം. എടാ നോക്കാം കേട്ടോ ഗൈസ്. ആദ്യം തന്നെ ഫുൾ അടിക്കിട്ട് എൻ്റെ കാർ കിട്ടും. എന്നെ കാണിച്ചില്ല. അത് തന്നെ. ഓ ഫുള്ളായാ? ഓക്കെ. ബ്രോ സബ്സ്ക്രൈബ് ഇടുന്നാ? എടാ ഓക്കേടാ മുത്തേ. ഓക്കെ. യോ മുത്തേ, അത് കിട്ടി. മുത്തേ ഇനി കാർ കഴുകിയാൽ കൂടെ മതി മുത്തേ. ബാക്കി എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്യൂവൽ അടിച്ചിട്ടുണ്ട്, കാർ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി വൺ ആൻഡ് ഓൺലി കാർ വാഷ് മുത്തേ. ഓക്കെ അങ്ങോട്ട് ചെല്ലട്ട് മതി. ലൊട്ട രണ്ടിടത്ത് ദൂരമായിട്ടാണ് വെച്ചത്. അതാണ് ലൊട്ട. അവിടെ ഇതൊന്ന് ബ്രേക്കൊന്നും പിടിച്ചിട്ട് നിൽക്കണല്ലേ. ഓ ലൊട്ടക്കാട്. ഒയ്യോ ഭാഗ്യത്തിന് ഇടിച്ചൊന്നും ആയില്ലല്ലോ. ഇടിച്ചില്ല ഭാഗ്യം. എടാ എന്താടാ വണ്ടി ലൊട്ട തെണ്ടി ലൊട്ട വണ്ടി അവിടെ ഇടിച്ച്. കഴിവാണ്. സ്റ്റെയറിങ് ആക്കുന്ന മുത്തേ. മനസ്സിലായില്ല മുത്തേ? മനസ്സിലായില്ല. എന്താ ഇൻറ്റീരിയർ ആക്കാൻ ഉദ്ദേശം? മനസ്സിലായില്ല മച്ചാൻ. എന്താണ് ഉദ്ദേശം? എന്തിനാണ്? മനസ്സിലായില്ല. ഈ ലൊട്ട ഇങ്ങോട്ടെ കേട്ടോ. ഓക്കെ. എടാ എന്തൊക്കെ ലൊട്ട ഇടിച്ചു. അയ്യോ ഒന്ന് കാണാൻ വയ്യ. എടാ റോട്ട് ഞെക്കട്ടെ. ഉമ്മാരിവിടെ ക്യൂ നിൽക്കണം. ലോട്ട പരിപാടി ഉണ്ട് സീരിയസ്ലി. നിൽക്കേ. ഇവിടെ മറ്റേ നമുക്ക് ഇവിടെയാണ് പോവാനുള്ളത്. നമ്മളങ്ങാട്ട് പോവാം. ഓ ഇത് കൊള്ളാം അല്ലേ ഇൻറ്റീരിയർ വ്യൂ മൊത്തേ. ഫ്ലൈയിങ് സ്ക്വയറിൻ്റെ ഇൻറ്റീരിയർ വ്യൂ കൊള്ളാം അല്ലേ ഗൈസ്? സീരിയസ്ലി ഒരു ഡബ്ല്യൂ ഫീൽ കിട്ടുന്നുണ്ട് ഗൈസ്. സീരിയസ്ലി ഒരു ഡബ്ല്യൂ ഫീൽ കിട്ടുന്നുണ്ട്. സെറ്റിങ്സിൽ പോയി സ്റ്റെയറിങ് ആക്കുന്ന. എടാ ഒരു സെക്കൻഡേ വെച്ചാനെ. സെറ്റിങ്സ് കയറില്ല. എന്തൊരു സ്റ്റെയറിങ് ആക്കാൻ മനസ്സിലായില്ല വെച്ചാനെ. ഇതിലേക്ക് മനസ്സിലായില്ല. എന്തിനാണ് ഉദ്ദേശിച്ച? ആരോ മാറ്റുന്നാ. ഞാൻ വിചാരിച്ച് വേറെന്താ വലിയ സാധനം ഇരിക്കുന്നു മുത്തേ. മറ്റേ TBS ABS അതേപോലെ. മനസ്സിലായില്ലേ? ഇതായിരുന്ന കാര്യം മുത്തേ. എടാ അത് മാറ്റത്തെ വേറൊന്നും കൊണ്ടല്ലടാ വെച്ചാനേ. അതെ അയ്യോ എടാ അത് വേണേ ഇപ്പം ഇടാം. കാരണം വെച്ചാൽ അത് വേറൊന്നുമല്ല. അത് എനിക്ക് ഓടിച്ച് ശീലമില്ല. ആരോണ് ഓടിച്ച് ശീലം മുത്തേ. അതാണ് എനിക്ക് നീ ആദ്യം പറയുമ്പോൾ മനസ്സിലായല്ലോ മുത്തേ. അതാണ് പെട്ടെന്ന് വേറെന്താ ഞാൻ ആലോചിച്ചു. ഏതാണ്? എടാ ഇതാക്കാത്ത വേറൊന്നും കൊണ്ടല്ലടാ. നമുക്ക് ഓടിച്ച് ശീലം ആരോ വെച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതാക്കാത്തത്. ഇത് വെച്ച് ഓടിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ലത്. നമുക്ക് ഇത് വെച്ച് ഇനി ഓടിച്ച് ട്രൈ ചെയ്യാം. പഠിക്കണം കേട്ടോ. ഓക്കെ നോക്കാം. നമുക്ക് ഇനി കൂടുതലായിട്ട് ഇത് വെച്ച് തിരിഞ്ഞ് സെറ്റാക്കണം. അയ്യോ ഇത്തിരി പാടാണ്. ഇത് വെച്ചൊക്കെ ഓടിക്കുമ്പോൾ ഇത്തിരി സമയം എടുക്കും. അപ്പോൾ പതിയെ എനിക്ക് ഓടിച്ച് പോകത്തുള്ളൂ. ഓ ലൊട്ട പോലെ കഷ്ടപ്പെട്ട് ഓടിക്കുവാണ് സീരിയസ്ലി. ഗ്രാഫിക്സ് കുറഞ്ഞാടാ കൈസ. അയ്യോ ഇടിച്ചല്ലേ തെങ്ങ്. അയ്യോ പോയി മിക്കവാറും ആരോ ആക്കിടാ. ഒന്നാമത് ഞാൻ എങ്ങനെയൊക്കെയാണ് ഈ വണ്ടിയിൽ ഇതൊക്കെ ഇട്ടുകൊണ്ട് വരണം മുത്തേ. സ്റ്റിയറിങ് ലൊട്ടൊക്കെ മാറ്റി. അപ്പം നീ ഇത് എന്തരാണ്? മിഥുൻ വൈറ്റിയ ഇവിടെ മാറാ. മിഥുൻ വൈറ്റ് എന്തില്ലോ എനിക്ക് എന്തില്ലോ ഒട്ട കാണിക്കണ ഗൈസ്. എൽ പരിപാടി കാണിക്കില്ല ഗൈസ്. സീരിയസ്ലി മുത്തേ. ഓ എങ്ങനെ കയറ്റിട്ടുണ്ടാ മുത്തേ. എനിക്കിഷ്ടമല്ല. എടാ ആരോ സത്യം പറഞ്ഞാൽ ആ ഒരു റിയൽ അത് തന്നെ. ആരോക്കാലും നല്ല മറ്റേ താണ്ടാ മുത്തേ. എനിക്കും അറിയാം. പക്ഷേ ഞാൻ എന്ത് ചെയ്യാം, ഓടിച്ച് ശീലമായത് അതുകൊണ്ടാണ്. ആരോ വെച്ചാണ്. അതാണ് എനിക്കും ഇഷ്ടം മറ്റേ തന്നെയാണ്. പക്ഷേ ഓടിച്ച ആ ഒരു ശീലത്തിന് ഇതാണ്. മാറ്റാം സെറ്റാക്കണം മുത്തേ. എനിക്ക് സെറ്റാക്കണമെന്നുണ്ടായിരുന്നു. സെറ്റാക്കാം. എടാ എല്ലാവരും പാർക്കാടെ. ലൊട്ട നെഹി മുത്തേ. പാർക്കാക്ക് 22 വാച്ചും കൊണ്ട് മുത്തേ. സബ് നോക്കട്ടെ. ഒരു സബ് പോലും ആണെങ്കിൽ കാണില്ല മുത്തേ. നോക്കി ഒരു സബ് പോലും. സബ് എത്ര നോക്കട്ടെ മുത്തേ? 978 സബ്ബായ. ഓക്കെ എടാ മുത്തേ 20 മുത്തേ. നിങ്ങളിപ്പോൾ വിചാരിച്ചാലും പറ്റും. 22 സബ്ബൂടാ മുത്തേ.
22 സപ്പോർട്ടുണ്ടേ മുത്തേ. നമ്മൾ 1K അടിക്കും. നിങ്ങളെ കയ്യിലാണ് മുത്തേ. എടാ നോക്കട്ടെ 1K അടിക്കാൻ ഇനി വേറെ 22 സബ്. ഓ നോക്കട്ടെ പാടാണ്, എന്നാലും അറിഞ്ഞൂടാ. നിങ്ങൾ സബ്ബാക്കാൻ നോക്കട്ടെ. നിങ്ങൾ ഞാൻ പറയാനില്ല, അത് തന്നെ. ഓ ഓക്കെ നോക്കാം മുത്തേ. ഞാൻ എത്തിയിട്ടുണ്ട്. നമുക്കൊരു ഫോട്ടോ എടുക്കാം. പിന്നെ അയ്യോ വണ്ടി തിരിച്ചായിട്ടേക്കണം. അത് കുഴപ്പമില്ല മുത്തേ, കുഴപ്പമില്ല. ഓഹേ മുത്തേ 1 ലാക്ക് അടിക്കുന്ന KTM കാർ എക്സ്ചേഞ്ച്. എന്തിനാ നടക്കണം മുത്തേ? ഞാൻ റിവീലിംഗ് മാത്രം നടക്കണ്ടേ, ബാക്കിയെല്ലാം നടക്കണ്ടല്ലോ മുത്തേ. വാട്ട് ഹാപ്പനിങ് ഹിയർ? ഒരു ഫോട്ടോ എടുക്കാം. എടാ മുത്തേ റിവീലാക്ക് മുത്തേ. ട്രോക്സ് മുത്തേ മച്ചാ റിവീലാക്ക്. അതെ നമ്മളെല്ലാവരും വന്നല്ല, എല്ലാവരും സെറ്റാണ്. 1K അടിച്ചാൽ ട്രീറ്റ് തരുമെന്നാ. എടാ മുത്തേ 1K അടിച്ചാലേ ഞാൻ ഒരു ഗീവ് അവേ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട്. അതായത് വേറെ ഒന്നുമല്ല, നമ്മളെ എൻ്റെ മോഡിഫൈഡ് അല്ലാത്ത ഒരുപാട് കാറുണ്ട്. അപ്പോൾ അത് ഈ ഗെയിം കളിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിങ്ങളത് ലൈവ് ആണോരാണ് അറിയാം ബ്രോ. ഞാൻ ഇന്ന് കളിച്ചു തുടങ്ങിയിട്ട് ഗെയിം കളിച്ചിട്ട് 2 ദിവസമായോളം എൻ്റെ ഒരു കാറ് പോലും അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് മുത്തേ, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ബെൻസും BMW അങ്ങനെ ഏതൊക്കെ ഉണ്ട് എൻ്റെ മോഡിഫൈഡ് അല്ലാത്ത കാർ മൊത്തം നമുക്ക് സബ്സ്ക്രൈബേഴ്സിനും കൊടുക്കാം. റൂമിട്ട് അതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നു. ചേച്ചി ഗൈസ് ഒന്നാമത്തെ കാരണം ഗീവ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ. ഫസ്റ്റ് ടൈമാണ്. നിങ്ങൾ ഇത്രയും നിർബന്ധിക്കുന്നുകൊണ്ടാണ് ഞാൻ ചെയ്യണം എന്നെ, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാം ഗൈസ്. നമുക്ക് ആദ്യം ഒരു ചെറിയ രീതി ചെയ്തിട്ട് പിന്നെ 2K 3K എന്ന് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ രീതിയിൽ വലിയ രീതിയിൽ വലുപ്പത്തിൽ സെറ്റാക്കി എടുത്തോണ്ട് വരാം. അത് തന്നെ. നന്ദു വൈറ്റിയുടെ മാറാ മുത്തേ. ഗീവ് വേല മറ്റേ എവിടെയാണ് റിവീലാക്കണ മുത്തേ? നീ എവിടെ? ട്രോക്സ് മുത്തേ, ഇതവൻ്റെ വണ്ടി. യോ മുത്തേ ട്രോക്സിൻ്റെ വണ്ടിയാണ് മുത്തേ. നോക്കട്ടെ റിച്ച് ഗെയിമിംഗ് എന്നാ. ഓ ഞാൻ മറ്റില്ല അവനല്ല. ഓക്കെ മാറിപ്പോയി. നമ്മളെ നൻപനാണെന്ന് വിചാരിച്ചു. ഓക്കെ സെക്കൻഡ് റിച്ച് മച്ചനാണെന്ന് വിചാരിച്ചതാണ്. റെഡ് ഫോക്സ് റോ ഗീവ് അവേ CR7 കാരണ ബ്രദർ. ഓടാ മുത്തേ മോഡറേറ്ററെ ചിന്തിക്കാൻ പറ്റില്ല മുത്തേ. മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. നെവർ. അതിനേക്കാളും ഗീവ് അവേ ഇല്ലെന്നൊക്കെ പറഞ്ഞു മുത്തേ. നിങ്ങളെ തെറി വേണേൽ വിളിച്ചോ. നെവർ ഒരിക്കലും. പോളണ്ടിൻ്റെ കാറ്, പിന്നെ റൊണാൾഡോ കാറ്, പിന്നെ അതണ്ട നമ്മളെ ഫ്ലൈയിങ് സ്കൂളിൽ. ഇത് 3 നെവർ. എന്തൊക്കെ സംഭവിച്ചാലും മുത്തേ അത് 3 നമ്മളെ അത്രയ്ക്ക് ഫേവറേറ്റ് ആണ്. തൊടൂല മുത്തേ. അത്രയ്ക്ക് ഇതാണ്. ചിന്തിക്കാൻ പറ്റൂല മുത്തേ. ചിന്തിക്കാൻ പോലും പറ്റൂല. നെവർ. മെസ്സിക്കാറുണ്ടായിരുന്നേ അത് കൊടുക്കായിരുന്നു, മനസ്സിലായില്ലേ? മെസ്സിനെ ലൊട്ടേണമെന്ന് എനിക്ക് വേണ്ട. മെസ്സിക്കാരന് നമുക്ക് വേണ്ട. മെസ്സിൻ്റെ കൊണ്ടേ കൊടുക്കായിരുന്നു. നെയ്മറിൻ്റെ കൊടുക്കില്ല. നെയ്മറിനെ ഒന്നും കൊടുക്കില്ല. മെസ്സിയിലുണ്ടായിരുന്നേ കൊടുക്കായിരുന്നു. എടാ നന്ദു നിരത്താനാ ഒരു ഡിഫൻഡർ ഗീവ് എന്നാ. എടാ നമുക്ക് ചെയ്യാൻ കേട്ടാ. നിങ്ങൾ നോക്കട്ടെ മുത്തേ, പറ്റേണ്ട രീതി നമുക്ക് സെറ്റാക്കാം. ഫസ്റ്റ് ടൈം ചെയ്യുമ്പം ആദ്യം 1K ആക്കട്ടെ മുത്തേ. എടാ നിങ്ങൾ 1K ആക്കും മുത്തേ. നമ്മൾ ഗീവ് അവേ എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ എല്ലാവർക്കും കാറ് വേണം. പക്ഷെ ആർക്കും 1K ആക്കാൻ വയ്യ മുത്തേ. സീരിയസ്ലി മുത്തേ. എടാ നിങ്ങൾക്ക് ഒരു 1-2 അക്കൗണ്ട് സബ് ആക്ക്, സെറ്റാക്ക്. 1K ഉടനെ നമുക്ക് ചെയ്യാം, മനസ്സിലായില്ലേ? റോങ് ആണോ? എന്തൊരു റോങ് ആണോന്ന് മനസ്സിലായില്ല. വാട്ട് മുത്തേ എന്തൊരു സൈങ്. ഓ 2 ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവിടെ ഇവന്മാർ പ്രൈവറ്റ് DM സംസാരിക്കണം. അവരെ ഗ്രൂപ്പിൽ കിടന്ന് അങ്ങാട്ടിക്കൊണ്ട് സംസാരിക്കണം. അപ്പം ഞാൻ വിചാരിക്കണം എനിക്കുള്ളതാണെന്ന്. എന്തായാലും നോക്കാം മുത്തേ. ബ്രോ ഇവിടെ വാ ബ്രോ. സിവിക് എന്നാ റെഡ് ബോക്സ് സിവിക്. അവിടെ ഞാൻ എല്ലാം നോക്കട്ടെ മുത്തേ. 20 വണ്ടിയുണ്ട്. 20 നമുക്ക് ഒരു ഒറ്റയടി നോക്കത്തില്ല. പതിയെ നോക്കാം. വാഹ് ഇതെന്തൊരു പോലീസുകാരനെ മുത്തേ. ലിയോ നീ പോലീസുകാരനാണ് മുത്തേ. ഇവിടെ ഫൈൻ അടിക്കുക നോക്കണം. ഞാൻ വേണേൽ ഒരു 6 അക്കൗണ്ടിൽ നിന്ന് തരാം എന്നാ മുത്തേ. തന്നാൽ നല്ല കാര്യം മുത്തേ. സീരിയസ്ലി ട്രോക്സ് റെഡ് ഫോക്സ്. അയ്യോ പറയാൻ വിട്ടു മുത്തേ. കൊള്ളാം കേട്ടോ. സൂപ്പർ. ഞാൻ പറയാൻ വിട്ടു. കൊള്ളാം. നല്ല W. ഞാൻ പറയാൻ വിട്ടു കേട്ടോ. ഓക്കെ കൊള്ളാം. ഓക്കെയാണ് ലൊട്ടൊന്നുമല്ല. ഓക്കെയാണ്. കൊള്ളണം വെച്ചാൽ കൊള്ളാം. മൊത്തത്തിൽ ഓക്കെ. നല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ നന്നായിട്ടുണ്ടോ മുത്തേ? കണ്ട ഓക്കെ നല്ല കൊള്ളാം. എവിടെ? ഓക്കെ സാധനം ഓക്കെ. ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ എടാ സബ് എത്രയായി? 978 കൂടി കാണൂല. കണ്ട അനങ്ങിയില്ല ഗൈസ്. നമ്മൾ ഇത്ര പറഞ്ഞിട്ട് പോലും കണ്ട ഗൈസ്. ഇതാണ് മുത്തേ. ഇതാണ് എന്തെല്ലാം നോക്കാം. റെഡ് ഫോക്സ് മുത്തേ. പറ മുത്തേ എന്തല്ല. എടാ ഇത് കൊള്ളാമല്ലോ. എൻ്റെ പൊന്നെ ഇത് എന്തിനു പറ്റില്ല. വാൾപേപ്പർ പോലെ ഉണ്ടല്ലേ ഫോണിൽ മറ്റേ തുറക്കുമ്പോൾ ഒരു വാൾപേപ്പർ കാണൂല്ലേ? നമ്മൾ ഫോൺ വാങ്ങിച്ച് തുറക്കുമ്പോഴത്തെ ഒരു വാൾപേപ്പർ കാണൂല്ലേ മുത്തേ? കുറേ കളറൊക്കെ അടിച്ച് വെച്ചിട്ടുള്ള അതുപോലെ ഉണ്ടല്ലേ? അത്യാവശ്യം ഓക്കെ. ഈ ഒരു സൈഡൊക്കെ അത്യാവശ്യം എനിക്ക് ഓക്കെ തോന്നി കേട്ടോ. അത്യാവശ്യം വൈബ് സാധനം. കൊള്ളാം മുത്തേ. കൊള്ളാം. എന്തെല്ലാം മുത്തേ ഇതൊക്കെ കൊള്ളാം. മിന്നൽ വൈറ്റി.
ഓ മുത്തേ യൂട്യൂബറിൻ്റെ സാധനം അല്ലേ, യൂട്യൂബ് സബ്സ്ക്രൈബർ മുത്തേ. മിന്നൽ വൈറ്റി കൊള്ളാമല്ല. നീരാൾ ചോദിച്ചേക്കണം എല്ലാവർക്കും കൂടെ ട്രിപ്പ് അടിച്ചാലോ. എന്തായാലും നോക്കാം മുത്തേ. ബ്രോ റിച്ച്മാൻ്റെ ഷോർട്സ് കണ്ടീന്നോ? റിച്ച്മാൻ്റെ ഷോർട്സ് കണ്ടായിരുന്നാ മുത്തേ? ഇപ്പോൾ തന്നെ നോക്കാം. എന്ത് ഇല്ല, മറ്റേ ഫോണിൽ കയറി നോക്കാം, സമയമുണ്ടല്ലോ. ഇവിടെ നല്ല പരിപാടി കഴിഞ്ഞല്ലോ, 2 മിനിറ്റ് നിൽക്കാം. അതന്നെ ലേറ്റസ്റ്റ് ഇതാണാടാ മുത്തേ, ലേറ്റസ്റ്റ് ഷോർട്സ് ആണ് റിച്ച് മച്ചാൻ്റെ. നോക്കട്ടെ. വാ റിച്ച് മച്ചാന് 1.1K ആയില്ലേ? നല്ല കാര്യം മുത്തേ, വളരെ നല്ല കാര്യം. ഓ മറ്റേ ഇതാണാ മറ്റില്ല എന്തിരി സാർ അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. എന്തായിരുന്നു? റിച്ച് മച്ചാൻ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ഷോർട്സ് ഇട്ട് കാണാം. 1.7K വ്യൂസ്. അതാണ് മുത്തേ നീ പറഞ്ഞ? അതേപ്പോൾ കണ്ട് അത് കൊള്ളാം. അത് കണ്ട് ബ്രോനെ കാണിച്ചിട്ടുള്ളതാ എന്നെ കാണിച്ചിട്ടുള്ളതാ? എടാ പുതിയ ഷോർട്സ് ആണോ പഴയ ഷോർട്സ് ആണോ മച്ചാനെ ഒന്ന് പറഞ്ഞൊരു മുത്തേ? മറ്റില്ല 657 വ്യൂസ് ഉള്ളതാണ്. എനിക്കൊരു ഗിഫ്റ്റ് തരണ കാറ്. ഞാൻ മറ്റില്ല പറയണ റിച്ച് മച്ചാ ഫാസ്റ്റ് ടൈം എൻ്റെ ലൈവ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞ അതാണ് ജീപ്പ് തരുന്നത്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് റിച്ച് മച്ചാ ഫസ്റ്റ് ടൈം എൻ്റെ ലൈവ് ഉണ്ടല്ല, ലൈവിൽ വന്ന ടൈമിൽ ഞാൻ അത് പറഞ്ഞാണ്. അതെനിക്ക് ആദ്യം കണ്ടിട്ടുണ്ട്. അത് ഞാൻ അപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടല്ലോ അതിൽ. ഞാൻ കണ്ടിട്ടുണ്ട്. റിച്ച് മച്ചാ തന്ന ആ ജീപ്പ് ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട് കുത്തി. അതാണ് ഇപ്പോഴും എൻ്റെ ഉണ്ട്. എനിക്ക് എന്നെ ഫസ്റ്റ് അറിഞ്ഞു പറഞ്ഞ ഒരു യൂട്യൂബർ റിച്ച് മച്ചാനാണ്. അതിനുശേഷം റൊണാൾഡ്, പിന്നെ ശ്രീവൈറ്റി, പിന്നെ KL ബോയ്, പിന്നെ നമ്മളെ മുത്ത് നൻബായ് സബ്സ്ക്രൈബർ നൻബായ്, നമ്മുടെ മിസ്റ്റർ ഹായ് മോനും. ഈ 5 യൂട്യൂബേഴ്സ് ഓർഡർ ഇതാണ്. ആ ഒരു ഓർഡർ ഇതാണ്. സീനല്ലേ ആ കൊള്ളാടെ മുത്ത്? നല്ല WWW. എടാ നീ ഓക്കെ സെറ്റാക്കാം മുത്തേ. സെറ്റാക്കാം. നീ ആ ചാനൽ വെച്ച് ഇതാക്കിയാൽ മതി. ഗ്രാഫിക്സ് കുറഞ്ഞില്ലേ? എടാ ലോട്ട പിടിച്ചങ്ങ് അറിയാതെ പിടിച്ചു കൊടുത്തു. ഞാൻ വെച്ച് കുറഞ്ഞ് കാണുമെന്ന്. നീ ആ ചാനൽ വെച്ചാൽ മുത്തേ ഈ ലൈവിൻ്റെ ആകുമ്പം കമൻറ്റ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ഞാൻ നോക്കാം. ഗൈസ് നെക്സ്റ്റ് റൂം പോയാലാ? വീടിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ നെക്സ്റ്റ് റൂം പോവാം.